ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ അഡ്വക്കേറ്റ് BN ഹസ്കർ പറയുന്നത് പി രാജീവ് നിയമസഭയിൽ പറഞ്ഞത് അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്, അതിലൊരു കുഴപ്പവും ഇല്ല എന്നാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. എന്താണ് CMRലും KMMലും തമ്മിലുള്ള ഇടപാട് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് എന്തായാലും ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഈ തോട്ടപ്പള്ളി കൂടി വന്നതോടുകൂടി, തോട്ടപ്പള്ളിയിൽ കഴിഞ്ഞ 4 വർഷം ഇതൊക്കെ നടന്ന് എത്രയോ സമരങ്ങൾ അവിടെ നടത്തി. പക്ഷേ അന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല, ഈ സർക്കാരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അത് മാത്രമല്ല, അവർ കരിമണൽ മാഫിയയുടെ ആളുകളാണെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും തോട്ടപ്പള്ളിയിലെ ഖനനം നിർത്തിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, അത് കുട്ടനാടിനെ രക്ഷിക്കാനാണെന്ന്. ഇപ്പോൾ ഇതൊക്കെ പുറത്തു വന്നതുകൊണ്ടല്ലേ പൊടുന്നനെ നിർത്തിവെച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും. അപ്പോൾ ഈ രേഖകൾ പേടിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ അന്വേഷണം വരുമെന്നുള്ളൊരു തോന്നലെങ്കിലും തീർച്ചയായിട്ടും ഇത് വളരെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. ഒരുപാട് കാലം കൊള്ള നടത്തുമ്പോൾ ഇടയ്ക്കെങ്കിലും പിടിക്കപ്പെടും എന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് BN ഹസ്കർ പറഞ്ഞൊരു കാര്യം, ശാസ്ത്രീയമായ പഠനം. അങ്ങക്ക് അറിയാമോ എന്നാണ് സ്വാമിനാഥൻ റിപ്പോർട്ട് വന്നതെന്ന്, എന്നാണ് IIT പഠിച്ചതെന്ന്, എന്നാണ് ഇതിന് തീരുമാനം എടുത്തതെന്ന്? സ്വാമിനാഥൻ പഠിച്ചത് 2007 സ്വാമിനാഥൻ റിപ്പോർട്ട് വന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനതിൻ്റെ പേരിൽ വിവരാവകാശം കൊടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് IITയുടെ പഠനത്തിൽ കുട്ടനാടിൻ്റെ ഫ്ലഡുമായി ബന്ധപ്പെട്ട് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചാനലുകൾ ഒരുപക്ഷെ സുരേഷ് എന്നേക്കാൾ നന്നായി പറയും. പമ്പയിൽ നിന്നും അച്ചൻകോവിൽ നിന്നും ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് വെള്ളം എത്തണമല്ലോ. ഇനി രണ്ടാമത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ ഒന്ന് തുറക്കണമല്ലോ. അത് തുറക്കണമെങ്കിൽ ഞാനോ അക്സറോ ഇവിടുത്തെ യന്ത്രങ്ങളോ വിചാരിച്ചാൽ പോരാ, JCB വേണം അത് തുറക്കാൻ. പ്രളയം ഉണ്ടായപ്പോൾ പോലും അത് തുറക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അത് ഓപ്പറേറ്റിംഗ് അല്ല. എത്രയോ ഷട്ടറുകൾ ഓപ്പറേറ്റിംഗ് അല്ല. ചിലത് സ്ഥിരം തുറന്നു കിടക്കും, ചിലത് സ്ഥിരം അടഞ്ഞു കിടക്കും. അത് ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല, ഒരുപക്ഷെ സുരേഷ് പറയും. അതിൻ്റെ താഴെ മണലെടുക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറയുന്നു എന്ന് പറയുമ്പോൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കൊണ്ടുവന്ന ഒറ്റ കാര്യത്തിനാണ്, പെർമിഷൻ ഇല്ലാതിരിക്കാൻ. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കോടതി ഇതിൻ്റെ നിയമങ്ങൾ എന്താ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാരണമെങ്കിൽ അവിടെ ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണിക്കുന്ന JCB കൊണ്ടും വലിയ യന്ത്രസാമഗ്രികൾ കൊണ്ടും മണൽ വാരാമോ? മണൽ വാരാൻ പാടില്ല എന്ന് ഈ രാജ്യത്ത് നിയമമുണ്ട്, തീരദേശ സംരക്ഷണ നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ ലംഘിച്ച് അവിടെ വലിയ യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്ന് 100 കണക്കിന് ലോറി മണൽ കൊണ്ടുപോകുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി KMMലും CMRലും തമ്മിലുള്ള കാര്യം നോക്കൂ. ഇത്രയും കാലം നമുക്ക് ഒരൊറ്റ വിവരം പറഞ്ഞാൽ മതി. എത്ര മണൽ KMMലിന് കിട്ടി, ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് എത്ര മണൽ IRAക്ക് കിട്ടി? അവർ ആലപ്പാട് ഖനനം നടത്തുന്നുണ്ട് കേട്ടോ. ഇത് അവർ ആലപ്പാട് ഖനനം നടത്തി അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ഖനനം പാടില്ല എന്ന് വേണമെന്ന് പറയുകയും അതിനെതിരായി സഖാവ് MA ബേബി അടക്കം, ശ്രീ VM സുധീരനടക്കം, ഈ പാവപ്പെട്ട ഞാനടക്കം നിന്ന് 2007 വലിയ ചെങ്ങല പിടിച്ചത്, മനുഷ്യ ചെങ്ങല. ഇതേ ആറാട്ടുപുഴ തോട്ടപ്പള്ളി മുതൽ തൃക്കുന്നപ്പുഴ തീരത്തും ഇവിടെ ഒരു തരി മണൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു പിടിച്ചു. അത് കഴിഞ്ഞു. അതിനെതിരെ പറഞ്ഞു അത് സ്വകാര്യ മേഖലയ്ക്ക് പാടില്ല എന്നല്ല നമ്മൾ വാദിച്ചത്. സ്വകാര്യ മേഖല വേണ്ട. അതിനിടയ്ക്ക് സൂത്രപ്പണി സംയുക്ത മേഖല എന്ന് കൊണ്ടുവന്നു. അതെന്തിനാ സംയുക്ത മേഖല എന്ന് കൊണ്ടുവന്നത്? CMRലിന് വേണ്ടിയാണ്. കുറച്ച് ഷെയർ KSIDCക്ക് ഉണ്ട്, അതുകൊണ്ട് സംയുക്ത മേഖലയ്ക്കാവാം. അതൊന്നും പറ്റില്ല. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം പാടില്ല എന്ന് സഖാവ് MA ബേബിയോട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹത്തിന് സത്യസന്ധനാണ് ഇപ്പോൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്, അതിൻ്റെ പ്രസ്താവനകളുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിൽ പങ്കെടുത്ത ഒരാൾ. അതിനുശേഷം 4 വർഷമായി അവിടെ ഖനനം നടക്കുന്നു. ഈ 4 വർഷമായി അവിടെ ഖനനം നടക്കുന്നു. ഖനനം പാടില്ല. ശരിക്കും ഖനനത്തിന് പെർമിഷൻ വേണം. മണൽ നീക്കലാണ് വേണ്ടത്. ഇവിടെ ചെയ്തത് എന്താ? വലിയ തോതിൽ വലിയ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് ഈ മണൽ അവിടെ നിന്ന് കൊണ്ടുപോയി. ഈ മണൽ എവിടെ കൊണ്ടുപോയി എന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ? ഞാനൊരു വിവരാവകാശം വെച്ചു. അങ്ങ് പറഞ്ഞല്ലോ വിവരാവകാശം. എത്ര മണൽ KMMലിന് ഇവിടെ നിന്ന് കിട്ടി, ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് കിട്ടി, ഏതൊക്കെ വർഷം കിട്ടി, എത്ര CMRൽ സിന്തറ്റിക് റൂട്ടയിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചു? അതുപോലെ തന്നെ CMRലിൻ്റെ വിവരാവകാശം കിട്ടാൻ എനിക്ക് വഴിയില്ല. ബഹുമാനപ്പെട്ട ഹക്സർ മന്ത്രിയോട് പറഞ്ഞിട്ട് CMRലിന് എത്ര മണൽ കിട്ടി, എത്ര റൂട്ടയിൽ ഉണ്ടാക്കി, 155 കോടി രൂപ ഒരു വർഷം കൈക്കൂലി കൊടുക്കാൻ തക്കവണ്ണം ലാഭമുണ്ടായി എന്ന് ആദായ നികുതി വകുപ്പിന് എഴുതി കൊടുത്ത ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2016 ഞങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നല്ലാണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല, ഞങ്ങൾക്ക് സ്വകാര്യ മേഖലയ്ക്ക് ഖനനം തന്നെ. അതിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ എല്ലാ കക്ഷികളും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും മാസപ്പടി കിട്ടിയത്. പ്രതിപക്ഷം മിണ്ടാതിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് തന്നെ നമ്മളീ പറയുന്ന ISB റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ ജൂണിൽ വന്നതാണ്, ഒരു നടപടി ഉണ്ടായില്ല. ROC റിപ്പോർട്ട് പിന്നെ വന്നതാണ്, അപ്പോഴും നടപടി ഉണ്ടായില്ല.
മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും അത് വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാവുകയും ചെയ്തപ്പോഴാണ് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ വേറൊരു രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു കരിമണലും ഇവർക്ക് പോയിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് CMRLന്റെ ഉൽപ്പാദനം കൂടുകയും KMMLന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്തത് എന്നതിനൊരു വിശദീകരണം വേണ്ടേ? ഇതേ രാജീവ് തന്നെ കുറച്ചു കാലം മുമ്പ് വേറെ റിപ്പോർട്ട് 30/1/2024 ശ്രീ CR മഹേഷിൻ്റെ ചോദ്യത്തിന് വേറൊരു മറുപടി കൊടുക്കുന്നുണ്ട്. KMML CMRL നിന്ന് റൂട്ടയിൽ വാങ്ങുന്നില്ല. തത്വത്തിൽ ശരി, അപ്പോൾ വാങ്ങുന്നില്ല എന്നത് മാത്രമാണ് ശരി. അതിന് മുമ്പ് എത്ര കാലം വാങ്ങിയിരുന്നു എന്ന ചോദ്യത്തിന് പിന്നീടാണ് മറുപടി വന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കരിമണൽ മുഴുവൻ ഇവർക്ക് പോകുന്നു, ഈ IREക്കും KMMLനും പോകുന്നു. പക്ഷേ CMRLൻ്റെ തന്നെയാണ് റൂട്ടയിൽ ഉൽപ്പാദനം നടക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ കള്ളക്കണക്കൊക്കെ അവിടെ നാട്ടുകാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ അവിടെ സമരം നടത്തുന്നവരെ കരിമണൽ കള്ളക്കടത്തുകാരെന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് പോലീസില്ലേ? ഏതെങ്കിലും ഒരു ലോറി ആലപ്പാട്ട് സമരക്കാർ പിടിച്ചു കൊടുത്തതല്ലാതെ ഒരു ലോറിക്കെതിരെ ഇവിടെ നിന്ന് കരിമണൽ പോയതിന് കേസ് എടുത്തിട്ടുണ്ടോ? ഒരു കേസും എടുത്തിട്ടില്ല. ഇന്ന് വരെ ഒരു കേസില്ല. ഒരു ഭരണകാലത്തും ഉണ്ടായിട്ടില്ല ഒരു കേസും. അപ്പോൾ പ്രശ്നം എന്താ? ഈ കള്ളക്കടത്ത് ആരാ കള്ളക്കടത്ത്? നമ്മൾ തീപ്പെട്ടിയിൽ പോക്കറ്റിലാക്കി സഞ്ചിയിലാക്കി കൊണ്ടിരുന്നല്ലോ. ലക്ഷക്കണക്കിന് ടൺ കരിമണലാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. അത് കള്ളക്കടത്തല്ല, നല്ല കടത്ത് തന്നെയാണ്. അവിടെ നിന്ന് കടത്തുക, നേരെ ഹൈവേയിലേക്ക് കയറുക, വലത്തോട്ട് പോകേണ്ടതിന് പകരം ലോറി നേരെ ഇടത്തോട്ട് പോകും. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം ദിശയിലേക്ക് പോകും, ഞങ്ങളുടെ പെരിയാറിൽ വരും. പിന്നെ പെരിയാർ മലിനാക്കുന്നത് കഴിഞ്ഞ 20 കൊല്ലമായി പെരിയാറിൻ്റെ മലിനീകരണവും CMRLും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്ത എന്ന് പറയുന്ന CMRLൻ്റെ ആൾക്ക് എത്ര വലിയ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറിലുമായിരുന്ന ഒരു മുൻ മന്ത്രി, അദ്ദേഹം ഇപ്പോൾ ചാലക്കുടി സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല, വാർത്തയാണ്. എന്തായാലും ഞാൻ പറയുന്നത്, കൃത്യമായും ഈ കൊള്ളയിൽ, പെരിയാറിൻ്റെയും തീരത്തിൻ്റെയും കൊള്ളയിൽ സമരം ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് കുറേ കൊല്ലമായിട്ട് ഞങ്ങളൊക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരറിവല്ല, പക്ഷേ പൊതുസമൂഹത്തിന് ഇത് പുതിയൊരറിവാണ്. അപ്പോൾ മഞ്ജുഷ, അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. പൊതുസമൂഹം കോവിഡ് കാലത്ത് കോവിഡ് നിയമം ലംഘിച്ചതിനടക്കം കേസെടുത്തിട്ടുണ്ട് സമരക്കാർക്കെതിരെ. സുരേഷ് പറയും, അവിടെ ചിലരെ ഒരു മുൻ തഹസിൽദാരെ തല്ലി എല്ലോടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തിന്? ഈ മണൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ശരി, മണൽ ഇവിടുന്ന് കൊണ്ടുപോയി അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനല്ല, അത് CMRലേക്ക് എത്തിക്കാൻ വേണ്ടി, അതിന് തടസ്സം നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, രാജീവ് മന്ത്രി പറയുകയാണ് സിന്തറ്റിക് റൂട്ടയിൽ KMML CMRL നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന്. വാങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇനി അറിയേണ്ടത് എത്ര വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയണമല്ലോ. അതോടൊപ്പം തന്നെ എത്ര കരിമണൽ, എത്ര ലോഡ് കരിമണൽ, എത്ര ടൺ കരിമണൽ CMRലേക്ക് പോയിട്ടുണ്ട് എന്നും.